യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 5-ാം സ്ഥലമാണ്. നമുക്കറിയാം, 5-ാം സ്ഥലത്ത് ശിമയോൻ ഈശോയെ സഹായിക്കുന്ന ഭാഗമാണ്, രംഗമാണ് നാം ധ്യാനിക്കുന്നത്. ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഈശോയ്ക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് ശക്തിയില്ലാതിരുന്ന സമയത്ത് ശിമയോൻ വന്ന് ഈശോയെ സഹായിക്കുകയാണ്. തീർച്ചയായിട്ടും ഈശോയ്ക്ക് അത് വലിയ ആശ്വാസമായി കാണും. കാരണം മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ലാത്ത ഒരു സമയത്താണ് ശിമയോൻ വന്ന് ഈശോയെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. നമുക്കിനി മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ല, ഒരു സഹനത്തിൽ, വേദനയിൽ, കുരിശിൽ. നമ്മളൊക്കെ ആശ്വസിപ്പിച്ച് എത്രയോ പേരുണ്ടല്ലേ? നമ്മുടെ കുരിശിൻ്റെ ഭാരം കുറച്ചവർ എത്രയോ പേരുണ്ട്. നമ്മളെ വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നവർ, ഒന്ന് ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞവർ, ഒരു പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞ് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട്, മുന്നോട്ട് വഴി നടത്താനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തിയ എത്രയോ വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശിമയോൻ്റെ റോള് എനിക്ക് നിങ്ങൾക്കും ചെയ്യാവുന്നുള്ളൂ. ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റിലും ഒത്തിരി പേര് തളർന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്, കണ്ണീരൊഴുക്കുന്നവരുണ്ട്, ഏകാന്തതയിൽ ജീവിക്കുന്നവരുണ്ട്, സ്നേഹം കിട്ടാത്തവരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും നല്ല പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞാൽ എത്രയോ പേർക്ക് അത് ആശ്വാസമാകും. അതുകൊണ്ട് ഇന്നേ ഇതിനൊക്കെ കണ്ടുമുട്ടുന്നവരോട് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ പറയാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട്, നമ്മൾ കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ഈശോ അങ്ങനെ വേദന അനുഭവിക്കുന്നത് നമ്മളിപ്പോൾ കാണുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഓടിച്ചെന്ന് ഈശോയെ സഹായിക്കും. പക്ഷെ നമുക്കറിയാം, ഈശോ എല്ലാവരുടെ ഹൃദയങ്ങളിലുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സീ ജീസസ് ഇൻ എവരി വൺ യു മീറ്റ്. നിങ്ങൾ കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈശോയെ കാണുക, ദർശിക്കുക. അപ്പം നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ നോമ്പ് കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ചുറ്റിലൊക്കെ അർഹതപ്പെട്ട ഒത്തിരി മക്കളുണ്ട്. നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ അറിയാം, ദാനധർമ്മം, ഉപവാസം, നീതി, ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അത് വലിയ ശക്തിയുള്ളതാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പറ്റാവുന്നവരൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കുക, ദാനധർമ്മം, ചുറ്റുമുള്ളവരെ സഹായിക്കുക. അതിൻ്റെ ദൈവാനുഗ്രഹം നമുക്ക് സ്വർഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കുരിശുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഈശോയെ സഹായിക്കുന്ന ശിമയോൻ, ഒത്തിരി മക്കൾ ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്കവരെ സഹായിക്കാം, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാം. അതുപോലെ തന്നെ ചുറ്റുമുള്ളവരിലൊക്കെ ഈശോയെ കണ്ടുകൊണ്ട് നമുക്കവർക്ക് പറ്റാവുന്ന സഹായം ചെയ്യാൻ, സാമ്പത്തികമാകാം, നമുക്ക് വാക്കുകൾ കൊണ്ടാകാം, എങ്ങനെയാണോ നിനക്ക് സഹായിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നീ എഴുന്നേൽക്കാൻ ശക്തിയില്ലാതെ തളർന്നിരിക്കുന്ന സമയത്തായിരിക്കും, കടബാധ്യത കൊണ്ട്, രോഗം കൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ട് നീ ഇന്ന് വേദന അനുഭവിക്കാതിരിക്കാം. ഇന്ന് രോഗമാണോ? കർത്താവെ, നല്ലൊരു വൈദ്യനിലൂടെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈശോയെ നീ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. കടബാധ്യതയാണോ? ഈശോയെ ആരെങ്കിലും വിട്ട്, ഒരു ദൈവദൂതനെ പോലെ വിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി അയക്കണം. അങ്ങനെ നിൻ്റെ ജീവിത പ്രശ്നം എന്താണോ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശിമയോനെ പോലെ ഒരാൾ സഹായിക്കാൻ നിൻ്റെ ജീവിതത്തിൽ വരട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിമയോനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹായിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.